ശ്രീ യുവരാജ് ഗോകുൽ, മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വൈകുന്നേരം 6 മണിക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഈ വിഷയത്തിൽ എല്ലാ ചോദ്യങ്ങളും മുന്നോട്ട് വെക്കാൻ പറയുന്നു. അതിന് പ്രതികരിക്കുമ്പോൾ പറയുന്നത് അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പ്രതികരിക്കേണ്ടതിൻ്റെ ഒരു രീതിയുണ്ട് എന്നുള്ളതാണ്. പോലീസിനെതിരെ ഗവർണർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് നൽകുന്ന സുരക്ഷ നൽകുന്നില്ല, ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങൾ. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ പോലീസ് സംവിധാനം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഗവർണർ തീരുമാനിക്കുന്ന ഒരവസ്ഥ എത്രത്തോളം ദയനീയമാണ്? ഗവർണർ അവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ കേസെടുക്കുമെന്ന് നിർദ്ദേശിക്കുകയാണ്. ആ FIR കൊണ്ടുവന്ന് കണ്ടാലേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറയാണ്. DGP വിളിക്കുകയാണ്. അപ്പൊ ഈ കേസ് എടുക്കണം, ഇപ്പോൾ എടുക്കണം, ഇത്ര സമയത്തിനുള്ളിൽ എടുക്കണം, ആ FIR എനിക്ക് കണ്ട് ബോധിക്കണം എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ പോലീസ് അനുസരിക്കുമ്പോൾ ഗവർണർ ഈ സ്റ്റേറ്റ് മിഷണറിയെ അദ്ദേഹത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച്, അദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച്, അദ്ദേഹം നിശ്ചയിക്കുന്ന സമയക്രമം അനുസരിച്ച് ചലിപ്പിക്കുകയാണ്. അത് ജനാധിപത്യപരമാണ്. അല്ല മാധു, ഇതിനകത്ത് ആദ്യത്തെ സംഭവമായിരുന്നു എന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്നതിനകത്ത് ഒരുപാട് ശരികളുണ്ട്. ഇതിൽ ആദ്യത്തെ തവണ എപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു ജനറൽ ഹോസ്പിറ്റലിന് മുമ്പിൽ വെച്ചാണെന്ന് തോന്നുന്നു. SFI പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് നേരെ വരികയും കമ്പിയെടുത്ത് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ അടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും ദുർബലമായ വകുപ്പുകളാണ് അന്ന് അദ്ദേഹത്തിന് നേരെ ചാർജ് ചെയ്യുന്നത്. ഒരുപാട് പ്രഷറുണ്ടായി. 1, 2, 3 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണെന്ന് തോന്നുന്നു എനിക്ക്. അതോ അടുത്ത ദിവസമോ എന്തായാലും ഉടനെ അല്ല, വളരെ പ്രഷർ ഉണ്ടായതിനു ശേഷം മാത്രമാണ് അതിനകത്ത് എന്താണോ എന്നെ ഇടേണ്ടിയിരുന്ന വകുപ്പുകൾ, ആ വകുപ്പുകൾ ഇടാൻ വേണ്ടിയിട്ട് കേരള പോലീസ് തയ്യാറാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത് വീണ്ടും അത്തരത്തിലൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഉണ്ടായിരുന്ന സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുണ്ട്. അത് റിപ്പീറ്റ് ചെയ്യപ്പെടാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ധാരണയുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം ഇന്ന് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. അതായത് മുഖ്യമന്ത്രിക്ക് നേരെയാണ് എന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം വഴിയിൽ അണിനിരന്ന് നിന്ന് കഴിഞ്ഞാൽ, 1/4 മണിക്കൂർ മുമ്പ് അണിനിരന്ന് നിന്ന് കഴിഞ്ഞാൽ അവരവിടെ നിന്നോട്ടെ എന്നായിരിക്കുമോ കേരള പോലീസ് കരുതുക? ഒരിക്കലും അല്ല. കേരള പോലീസ് ഉൾപ്പെടെ DYFIക്കാർ ഉൾപ്പെടെ അവരെ എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ള കാര്യം നമ്മൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നത് തന്നെയാണ്. അപ്പോൾ ഗവർണർക്ക് നേരെ ഒരു നയം, മുഖ്യമന്ത്രിക്ക് നേരെ മറ്റൊരു നയം എന്നുള്ള തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് മാത്രമല്ല, ഗവർണർക്ക് നേരായിട്ട് ആദ്യത്തെ സമരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു 2022 നവംബർ 15-ാം തീയതിയാണ്. അന്ന് 7 സർക്കാർ ഉദ്യോഗസ്ഥർ LDF നേതൃത്വം നൽകിയ ആ സമരത്തിൽ പങ്കെടുത്തതായിട്ട് ഫോട്ടോസും വീഡിയോസും ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. തീർത്തും എന്താ പറയുക, നിരുത്തരവാദപരമായൊരു മറുപടിയാണ് അവിടെ നിന്ന് വന്നത്. അവർക്കെതിരായിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഗവർണർ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. ആ സ്റ്റേറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കെതിരായിട്ട് സർക്കാർ സർവീസിലുള്ള, ഗവർണർക്കെതിരെ ആവട്ടെ മുഖ്യമന്ത്രിക്കെതിരെ ആവട്ടെ, സർക്കാർ സർവീസിലിരിക്കുന്ന ആൾക്കാർ പാർട്ടി പരിപാടിയുമായിട്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളത് ഒരു നമ്മുടെ നാട്ടിലെ നിയമപരമായി നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവർക്കെതിരായിട്ട് ഫോട്ടോസും വീഡിയോസും ഉൾപ്പെടെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പരാതി നൽകിയതാണ്. ആ ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ മാധുവിന് ഫോർവേഡ് ചെയ്യുകയും. പക്ഷേ പോലീസിനെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി ഞാൻ പറയുന്നത്, ഞാൻ ആജ്ഞാപിക്കുന്നത് ഈ തത്സമയം അനുസരിക്കണം എന്നൊക്കെ ഗവർണർ പറയുന്നത് അദ്ദേഹത്തിന്റെ എന്ത് അധികാര പരിധിയിൽ നിന്നുകൊണ്ടാണ്? അല്ല, അധികാര പരിധി ഇല്ല എന്നുണ്ടെങ്കിൽ പോലീസ് അനുസരിക്കേണ്ട കാര്യമില്ലല്ലോ. പോലീസിന് മുന്നിലുണ്ടാകുന്ന മറ്റൊരു വലിയ സാഹചര്യമാണ്, സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവൻ വഴിയിൽ ഇറങ്ങി നിന്ന് ഒരു വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുകയാണ്. അല്ല, അത് തന്നെയാണ് മാധവ് ഞാൻ പറഞ്ഞത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് നേരായിട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് സ്വീകരിക്കുന്ന നയം എന്താണ്? ഒരു 3/4 മണിക്കൂർ മുൻപേ ആൾക്കാർക്ക് വന്ന് അവിടെ തമ്പടിച്ച് നിന്ന് കരിങ്കൊടിയുമായി അദ്ദേഹത്തിനെതിരായിട്ട് പ്രതിഷേധങ്ങളുമായിട്ട് അവിടെ നിൽക്കാൻ കഴിയുമോ? പിന്നെ നേരത്തെ ശ്രീ ആർഷോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് ശരിയാണ്, ഗവർണർ ഇവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിൽ കുരങ്ങനെന്ന് വിളിച്ചു, അങ്ങനെ വിളിച്ചു, ഇങ്ങനെ വിളിച്ചു, നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ആരാണിത് തുടങ്ങി വെച്ചതെന്നുള്ളൊരു ചോദ്യമില്ലേ? കേരളത്തിന്റെ ക്യാമ്പസുകളിൽ മുഴുവൻ ഗവർണറുടെ തന്തയുടെ വകയല്ല ക്യാമ്പസ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നത് ആരാണ്? ഇതെന്ത് തരം സമര രീതിയാണ്? വിയോജിപ്പിന്റെ മേഖല എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായി ജനാധിപത്യപരമായി മാന്യമായിട്ട് ഉണ്ടാവണ്ടേ? അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടാവുമ്പോൾ തിരിച്ച് മറുഭാഗത്തുനിന്ന് അതിന് മറുപടി വരുന്നതിനോട് മാത്രം നമ്മൾ അസഹിഷ്ണുമായിട്ട് ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകളോട് അതേ തട്ടിൽ അതേ തരത്തിൽ പ്രതികരിക്കാൻ കഴിയുന്ന അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പ്രായത്തെ പറ്റി ഒക്കെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. കഴിയുന്ന ഒരാളാണോ ഗവർണർ എന്നുള്ളത് ആശ്ചര്യച്ചെന്നെ വിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് യുവരാജ് എന്നത് അങ്ങേക്കും കൂടി മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും. ഞാൻ വരാം.